ടൊമാറ്റോ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: 2 കപ്പ് ബസ്മതി റൈസ്, 180 ml കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോണ മസൂരി റൈസ് വെച്ചും ഉണ്ടാക്കുന്നതാണ്. ഒരു മീഡിയം സൈസ് സവാള, ഒരു വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി മതി. പിന്നെ 4 ഗ്രേപ്പ് ടൊമാറ്റോ. സാധാ ടൊമാറ്റോ ആണെങ്കിൽ മീഡിയം സൈസ് 2 എണ്ണം, വലുതാണെങ്കിൽ 1 എണ്ണം മതി. നല്ല പഴുത്ത ടൊമാറ്റോ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. എരി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ഇടാവുന്നതാണ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം അരി കഴുകി വയ്ക്കുക. പിന്നെ സവാള, ടൊമാറ്റോ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക. ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാൻ കീറിയിട്ടിരിക്കുന്നു. ഒരു പാൻ എടുക്കുക. അത് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്ന ഇടുക. ഇഞ്ചി ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടണം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പില ഇടാവുന്നതാണ്. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുമ്പോഴത്തേക്കും ഒന്ന് സോഫ്റ്റ് ആവുക, അല്ലെങ്കിൽ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഒരുപാട് വാടേണ്ട ആവശ്യമില്ല. ബാക്കി പൊടികളൊക്കെ ഇടാം. ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ വേണ്ട കുറച്ച് ഉലുവ. മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വെച്ചിടാം. അതുപോലെ തന്നെ മുളക് പൊടിയും ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഇടാം. എരിവ് അധികം വേണ്ടാത്തവർക്ക് കുറയ്ക്കാം, വേണ്ടുന്നവർക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇടുകയും ചെയ്യാം. പിന്നെ കുറച്ച് കായം ഇടണം. ഏകദേശം രസത്തിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇടുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളി ഇടാവുന്നതാണ്. തക്കാളി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കും. അപ്പോഴത്തേക്കും തക്കാളി നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. തക്കാളി സോഫ്റ്റായിട്ട് ഉള്ളിയൊക്കെ ആയിട്ട് നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പം റൈസിൽ പെട്ടെന്ന് തന്നെ അതെല്ലാം ഒന്ന് പിടിക്കാൻ എളുപ്പമാണ്. ഇതിപ്പോൾ അടച്ച് വെച്ച് കുറച്ച് നന്നായി തിളയ്ക്കുമ്പോഴത്തേക്കും ഈ പരുവമായി കിട്ടും. പിന്നെ അത് നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസ് ചേർക്കാം. റൈസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടുകയും വേണം. റൈസ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അതിന് 3.5 കപ്പ് വെള്ളമാണ് റൈസ് വേവാൻ വേണ്ടത്. 1/2 കപ്പ് നമ്മൾ നേരത്തെ സവാളയുടെ കൂടെ ഒഴിച്ചു. ബാക്കി ഇനി 3 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഈ റെസിപ്പി ഫ്ലോപ്പ് ആവാൻ പറ്റുന്ന ഒരു ചാൻസ് എന്ന് വെച്ചാൽ അധികം വേവ് കൂടിയാൽ എല്ലാം കൂടെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് വെള്ളം കൂടാനും പാടില്ല, അധികം വേവാനും പാടില്ല. ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ നിർത്തേണ്ടതാണ്. ഇങ്ങനെ ഇതെല്ലാം കൂടെ കുക്കറിലിട്ട് 3 കപ്പ് വെള്ളം ഒഴിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വിസിലിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. ഇതിപ്പോൾ ഒരു വിസിൽ കേട്ടിട്ടുണ്ട്, സ്റ്റീം പോയിട്ടുണ്ട്. ഉടൻ തന്നെ തുറന്നു വയ്ക്കുക. ഒരുപാട് സ്റ്റീം പോയി കഴിഞ്ഞിട്ട് ഉടനെ തുറക്കാതിരുന്നാലും ഇതെല്ലാം കൂടെ കട്ടയാവുന്നുണ്ട്. അതുകൊണ്ട് ഒരു വിസിൽ കേട്ടതിന് ശേഷം സ്റ്റീം പോയി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ തുറന്നു വയ്ക്കുക. അപ്പോൾ ഏകദേശം ഈ പരുവത്തിൽ കിട്ടും. ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെള്ളം കൂടാനും പാടില്ല, ഒരുപാട് വിസിൽ കേട്ട് വേവ് കൂടാനും പാടില്ല. എങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ കട്ട പിടിച്ചിരിക്കും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നെങ്കിൽ വേറൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ തുറന്ന് വയ്ക്കാം. നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്.